വി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായ എന്ന പുതിയ മലയാളം പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയുടെ ദ്രുത വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി വലിയൊരു അഴിമതിയിൽപ്പെടുന്ന മുഖ്യമന്ത്രി KN വർഗീസിനെയും അദ്ദേഹത്തെ രക്ഷിക്കാനിറങ്ങുന്ന ടെക് സംരംഭകനായ മകൻ ജോൺ വർഗീസിനെയും ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത്. ഒന്നാമതായി, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ തുടങ്ങി തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തിലെത്തുന്ന ഈ ചിത്രം ഡേറ്റ സ്വാധീനത, കോർപ്പറേറ്റ് നിയന്ത്രണം തുടങ്ങിയ ആധുനിക വിഷയങ്ങളെ കേരള രാഷ്ട്രീയവുമായി വളരെ സമർത്ഥമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പഴയകാലത്തെ വാളും പരിചയം പോലെയാണോ ഇന്നത്തെ കാലത്ത് ഡേറ്റ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആയുധമായി മാറിയിരിക്കുന്നത്? രണ്ടാമതായി, ജോൺ വർഗീസായി എത്തുന്ന നിവിൻ പോളി തന്റെ സ്ഥിരം മാസ് ഹീറോ പരിവേഷം ഒഴിവാക്കി വളരെ പക്വതയോടെ ആ റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒപ്പം കോർപ്പറേറ്റ് കരുത്തനായി ഷറഫുദ്ദീനും തിളങ്ങുന്നു. എപ്പോഴും ശബ്ദമുയർത്തി സംസാരിക്കുന്ന നായകന്മാരെക്കാൾ ഇതുപോലെ നിശബ്ദമായി ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അവസാനമായി, ഒരുപാട് വിഷയങ്ങൾ ഒന്നിച്ചു പറയാൻ ശ്രമിച്ചതുകൊണ്ട് ആദ്യ പകുതി അല്പം ഇഴയുന്നുണ്ടെങ്കിലും അഴിമതിയുടെ ചുരുളഴിയുന്നതോടെ ഇതൊരു ഗംഭീര ത്രില്ലറായി മാറുന്നുണ്ട് കേട്ടോ. അനാവശ്യ വിദേശ ലൊക്കേഷനുകൾ ഒഴിവാക്കിയിട്ടും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളും സിനിമയ്ക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട്. ചെറിയ പോരായ്മകൾ മാറ്റിവെച്ചാൽ നിങ്ങളുടെ വിരൽത്തുമ്പിലെ വിവരങ്ങൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നതാരാണെന്ന വലിയ ചോദ്യം ബാക്കിയാക്കുന്ന ഒരു മികച്ച പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയാണ് പ്രതിച്ഛായ.